മ്ലേച്ഛമായ ലാഭങ്ങൾ ഒഴിവാക്കുക. ലാഭം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്, ആ ചിലത് മ്ലേച്ഛമായിരിക്കും, സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. അത് നിലപാടിനാണ് ശരി, സുവിശേഷ വിഹിതമായ നിലപാടാണത്. അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത്, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. എൻ്റെ മക്കൾ, ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരുമെന്ന് പറഞ്ഞില്ലേ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അവരാണ് നമ്മുടെ ഭീഷണി, അല്ലാതെ പിശാചല്ല ഭീഷണി. അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അത് അത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത്, സുവിശേഷ സാക്ഷ്യം ജീവിക്കുക എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അത് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ്. അസാധ്യമായ കാര്യമല്ലത്.